ഹലോ, നമുക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ബി എം ആപ്പിൽ നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമ്മൾ ബി എം ആപ്പ് എടുക്കുക. ബി എം ആപ്പ് എടുത്തതിന് ശേഷം അങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത്. അതിന് നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ആ വീഡിയോ ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം അത് നെക്സ്റ്റ് അടിക്കുക. അതിൻ്റെ കറക്റ്റ് ഫുള്ളാക്കി വരും. അപ്പോൾ നമ്മൾ ഏത് റേഷ്യക്ക് വേണമെങ്കിലും ഇടാം. നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു വലിപ്പത്തിലാക്കി കൊടുക്കുക. അടുത്ത വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് വീഡിയോ വരും. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് അത് കൈകൊണ്ട് തന്നെ വലുതാക്കി കൊടുക്കുക. ഫുള്ളായിട്ട് കൊടുക്കുക. അല്ല ഫില്ല് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. എന്നിട്ട് വീഡിയോ കൃത്യമായിട്ട് ഒരു ലെവലാണെന്ന് നോക്കുക. അതിന് ശേഷം അത് നമുക്ക് ഒരു മോഷൻ കൊടുക്കണം. മോഷൻ അതായത് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് ഇങ്ങനെ സൈഡിലായിട്ട് ഗ്രേഡിയൻ എന്ന് കാണും. ഗ്രേഡിയൻ സെലക്ട് ചെയ്തിട്ട് അത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ സൈഡിലോട്ട് മാറുന്ന ഏത് വെള്ളം നമുക്ക് എടുക്കാം. അപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അത് ശക്കരം വീഡിയോ ഒന്ന് ഒഴിച്ചു വിടുക. കറക്റ്റ് കൃത്യമായിട്ട് വരുന്നത് അത്ര സ്പീഡിൽ കിട്ടത്തൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് ലൈൻ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം വീഡിയോ അടുത്ത് തിരഞ്ഞെടുക്കുന്നത് മാസ്ക് എന്ന് തിരഞ്ഞെടുക്കണം. മാസ്ക് എടുക്കുക. ഏറ്റവും അടിവശം വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ മാസ്ക് തിരഞ്ഞെടുക്കുന്നു. മാസ്ക് കൃത്യമായിട്ട് മാസ്ക് എടുക്കുക. കൃത്യമായിട്ട് മാസ്ക് കിട്ടി. മാസ്ക് രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ട്. ഏത് വെള്ളം എടുക്കാം നമുക്ക്. അതായത് മിറർ സെലക്ട് ചെയ്യാം. മിറർ സെലക്ട് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഒരു അരമാർക്കും 2 അരമാർക്കും കൂടി ഒരു ഇച്ചിരി പാത പോലെ വന്ന് അതൊക്കെ അടുപ്പിച്ച് കൊടുക്കുക. അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ 2 മാർക്ക് കാണുന്നുണ്ടല്ലോ, ആ 2 അരമാർക്ക് കാണുന്ന പിടിച്ച് വലിക്കില്ല. ആദ്യം നമുക്കൊരു കീ ഫ്രെയിം കൊടുക്കണം. പല സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടോ, പ്ലസ് ബട്ടൺ അതാണ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്ലസ് ബട്ടൺ ചെയ്ത് കഴിയുമ്പോൾ കീ ഫ്രെയിം അപ്പം വന്നു കഴിഞ്ഞു. ഇനി ആ വീഡിയോ കുറച്ച് മുന്നോട്ട് നീക്കണം. മുന്നോട്ട് കുറച്ച് അപ്പോൾ ഈ വീഡിയോയുടെ ഒരു ലെങ്ത് വെച്ച് നമുക്ക് എവിടെ വരെ വേണമെന്ന് വെച്ചാൽ അത് വെച്ച് ഒക്കെ കറക്റ്റ് ആക്കുക. അപ്പോൾ ആ കാർ ഓടിപ്പോകാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇനി പതുക്കെ ഒന്ന് ലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ സെൻറ്ററിലെ താഴെ നിന്നിട്ട് കാണുന്ന അരമാർക്കില്ല, സെൻറ്ററിൽ കാണുന്നത് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അപ്പം വീഡിയോ അങ്ങോട്ട് ലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മനസ്സിലായോ? അപ്പൊ അവിടെ നിർത്തിക്കണം. അപ്പൊ തന്നെ താഴെ കീ ഫ്രെയിം വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പുറത്ത് 2 അരമാർക്ക് അടുപ്പിച്ച് വെച്ചാൽ ഒറ്റ അതിനകത്തുണ്ട് 2 അരമാർക്ക്. ആ അരമാർക്ക് പയ്യെ വലിച്ച് കവർ ചെയ്യുക. ഫുള്ള് കവർ ചെയ്യുക. കൃത്യമായിട്ട് കവർ ചെയ്തോളൂ. ക്ലിയറായി. ഇനി നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കും. താഴെ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, വേണ്ടാന്ന് വെച്ചാൽ വെച്ചില്ല. അല്ല ടിക്ക് മാർക്ക് കൊടുക്കുക. സെലക്ട് ചെയ്തു. ഓക്കെ, വീഡിയോ ഓടിച്ചു വിടാം. നമുക്ക് ആയിടുന്ന വീഡിയോ നോക്കാം. കണ്ടാ നല്ല കൃത്യമായിട്ട് ആ വീഡിയോ ഓടി കൃത്യമായിട്ട് ലേറ്റ് ചേർന്ന് കറക്റ്റ് കാർ പോകുന്നതായിട്ട് ഫ്രെയിം വന്നത്. അത്രയേ ഉള്ളൂ വീഡിയോ. അതിന് നമ്മൾ അരമാർക്ക് കൊടുത്ത് സേവ് ചെയ്യുക. വീഡിയോ സേവ് ചെയ്യുക. കൃത്യമായിട്ട് അരമാർക്ക് കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യുക. പിന്നെ നമുക്ക് പാട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അതിന് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. സൗണ്ടൊക്കെ പിന്നീട് ആവശ്യം പോലെ കൊടുക്കുക. ഞാനത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ നേരെ ഗാലറിയിലോട്ട് വരും. അത് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കൊടുക്കുക. അതിൻ്റെതായ സൗണ്ടുകൾ കൊടുക്കുക. സൗണ്ട് കൂടുതലും നല്ല സൗണ്ട് തിരഞ്ഞെടുത്ത് കൊടുക്കുക.